ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷ പ്രഘോഷണത്തിനായി ഇറങ്ങിത്തിരിക്കുന്ന ശിഷ്യന്മാരോട് അവർക്ക് സംഭവിക്കാനിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു സൂചന യേശുനാഥൻ നൽകുകയാണ്. അതായത് ഈ ഒരു വിളി, ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള വിളി അത്ര സന്തോഷകരമായ ഒരു വിളിയല്ല. ഈ ലോകത്തിൻ്റെതായ രീതിയിൽ ചിന്തിക്കുമ്പോൾ അവർക്ക് ഒത്തിരിയധികം സഹനങ്ങൾ സംഭവിക്കാനുണ്ട്. അപ്പം പല കാര്യങ്ങൾ പറയുന്നതിൽ ഒരു പ്രത്യേക കാര്യം യേശുനാഥൻ എടുത്തു പറയുന്നത്, നിങ്ങളുടെ അപ്പനും നിങ്ങളുടെ അമ്മയും സഹോദരങ്ങളും ഒക്കെ നിങ്ങളെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമെന്നാണ്. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദ്വേഷിക്കപ്പെടും. അതായത് എല്ലാവരും നിങ്ങളെ വെറുക്കാൻ തുടങ്ങും ഈ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന മാത്രയിൽ നമുക്കും ഇത്തിരി സങ്കടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് വഴി ലോകത്താൽ വെറുക്കപ്പെടുക, അപ്പം ഒത്തിരിയധികം സഹനങ്ങളിലൂടെ കടന്നു പോവുക. അപ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്? ഈ സുവിശേഷം എഴുതപ്പെട്ടത് തന്നെ യഹൂദരായ ക്രൈസ്തവർക്ക് വേണ്ടിയാണ്. മത്തായി സുവിശേഷം എഴുതിയത് അങ്ങനെയാണ്. ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്ന സമയങ്ങളിൽ ഇപ്രകാരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് യഹൂദ കുടുംബത്തിൽപ്പെട്ട മനുഷ്യർ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ചിലപ്പോൾ ആ കുടുംബത്തിലെ അപ്പനായിരിക്കും ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത്, ചിലപ്പോൾ അമ്മയായിരിക്കും, ചിലപ്പോൾ മക്കളായിരിക്കും സ്വീകരിക്കുന്നത്. അപ്പം അങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിച്ചതുകൊണ്ട് മാത്രം ആ മനുഷ്യൻ ആ കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നുണ്ടായിരുന്നു. അവന് ലഭിക്കേണ്ടിയിരുന്ന സ്വത്തും സമ്പാദ്യവും അവിടെ ഉണ്ടായിരുന്ന സ്ഥാനമാനങ്ങളും ഒക്കെ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം മറികടന്നാണ് ക്രൈസ്തവ സഭ ഇന്ന് ഈ നൂറ്റാണ്ടിൽ വന്ന് നിൽക്കുന്നു എന്നുള്ള ബോധ്യം ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെങ്കിൽ കൂടി ക്രിസ്തുവിനെ പ്രതി അതിനെയൊക്കെ നമുക്ക് മറികടക്കാൻ കഴിയുമെന്നുള്ള ഒരു ധൈര്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. കാരണം ഇത് വെറുതെ പറഞ്ഞു വയ്ക്കുന്ന കാര്യം മാത്രമല്ല, സംഭവിച്ചതും അവരുടെ കൺമുൻപിൽ യാഥാർത്ഥ്യമായി തെളിഞ്ഞു നിന്നതുമായ സംഭവമാണ്. സുവിശേഷം രചിക്കപ്പെട്ട കാലഘട്ടത്തിൽ തന്നെ ഇതുപോലെ അനേകായിരങ്ങൾ സ്വന്തം മാതാപിതാക്കന്മാരാലും സഹോദരങ്ങളാലും മക്കളാലും വധിക്കപ്പെട്ടിരുന്നു. എന്നിട്ടും ക്രൈസ്തവ സഭ മുന്നോട്ട് വന്നത് ഇതിനെ എല്ലാക്കാളും ഉപരിയായി അവർ ക്രിസ്തുവിനെ സ്നേഹിച്ചതുകൊണ്ട് മാത്രമാണ്. ക്രിസ്തു സ്നേഹമാണ് ഇതിനെ എല്ലാം മറികടക്കാൻ ഒരു മനുഷ്യനെ സഹായിക്കുന്നത്. അപ്പോൾ ഈ വചനം എന്നോട് ഓർമ്മപ്പെടുത്തുന്നത് അത് തന്നെയാണ്. എൻ്റെ സ്നേഹം വിശാലമാകണം, ക്രിസ്തുവിനോടുള്ള സ്നേഹം വിശാലമാണ്. മറ്റെന്തിനേക്കാളും ഉപരിയായി ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന മനുഷ്യനായി മാറുക സാധ്യമാവുകയുള്ളൂ. ഈ ക്രിസ്തു പ്രഘോഷണം എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമല്ല. അവർ അന്ന് വരെ ഉണ്ടായിരുന്ന നീതി അതിലംഘിക്കുന്ന രീതിയിലുള്ള ഒരു സുവിശേഷമാണ് പ്രഘോഷിച്ചിരുന്നത്. പാപിയെ സ്നേഹിക്കുന്ന ഒരു സുവിശേഷം, പാപത്തെ വെറുക്കുകയും ദ്രോഹം ചെയ്യുന്നവനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സുവിശേഷം, അപ്പം ഒരു കർണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കുന്ന സുവിശേഷം. അപ്പം അങ്ങനെയുള്ള ഒരു സുവിശേഷം അവിടെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നത് കൊണ്ടാണ് മറ്റു മനുഷ്യർ ഇവരെ വെറുത്തു തുടങ്ങിയത്. അത് സുവിശേഷം തെറ്റായിരുന്നത് കൊണ്ടല്ല. സുവിശേഷം പ്രചരിക്കപ്പെട്ട കാലഘട്ടത്തിലെ മനുഷ്യരുടെ തിന്മകളാണ് ക്രിസ്തുവിനെയും സുവിശേഷത്തെയും അത് പ്രഘോഷിച്ചവരെയും തെറ്റുതാരാക്കി മാറ്റിയത്. അപ്പോൾ സുവിശേഷം നന്മയുടെ സുവിശേഷമാണ്. ഇന്നും അത് പ്രഘോഷിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരാം, പക്ഷേ ഇതിനെ മറികടക്കാൻ എനിക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ട് കഴിയും എന്നുള്ള ഒരു സൂചന സുവിശേഷം നമുക്ക് നൽകുന്നു. ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, ക്രിസ്തുവെ, നിന്നെ അവർ പ്രഘോഷിച്ചതുപോലെ, അപ്പോസ്തലന്മാർ പ്രഘോഷിച്ചതുപോലെ, ആദിമ ക്രൈസ്തവർ പ്രഘോഷിച്ചതുപോലെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഇതിനെല്ലാം അതിലംഘിക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.